ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ബ്രൈഡിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള കുറച്ച് ഡ്രസ്സുകൾ കാണിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു ബ്രൈഡിന് നമ്മൾ എന്തൊക്കെ ഡ്രസ്സുകളാണ് ചെയ്തെടുക്കണമെന്നുള്ളത് കൂടിയിട്ട് ജസ്റ്റ് ഒന്ന് ചെയ്തത് മാത്രമേ കാണിക്കണുള്ളൂ കേട്ടോ, സ്റ്റിച്ച് ചെയ്തത്. അപ്പോൾ ഈ ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ട് കുറേ നാളുകളായിട്ടുണ്ട് കേട്ടോ. ഈ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറച്ച് അയക്കണു, പക്ഷേ വീഡിയോ ഇടാനായിട്ട് കുറേ ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ശേഷം എടുത്ത വീഡിയോസൊക്കെ ഞാൻ ഇട്ട് കഴിഞ്ഞു. ഈ വീഡിയോ ഇപ്പോഴാണ് കേട്ടോ എനിക്ക് ഇടാനായിട്ട് പറ്റിയത്. അപ്പോൾ മറ്റുള്ള വീഡിയോസൊക്കെ ഷോർട്സ് ഓൾറെഡി ഇട്ട് കഴിഞ്ഞ കാരണം കൊണ്ടൊക്കെ കമൻറ്റ്സ് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇടേണ്ടി വന്നു. അപ്പോൾ ഇത് ഇത്തിരി ലേറ്റായിട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ചെയ്തത് മാത്രമേ കാണിക്കണുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഡ്രസ്സ് എന്ന് പറയുന്നത്. ഇതാണ് കേട്ടോ ബ്രൈഡിന് വേണ്ടിയിട്ടുള്ള സാരിയാണ്. പ്ലെയിൻ സാരിയിൽ വർക്ക് വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിത് കുറച്ച് മുന്നത്തെ ഒരു വീഡിയോയിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഫുള്ളായിട്ട് ഞാൻ കാണിക്കാം. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്രൈഡിൻ്റെ ഡ്രസ്സ്, ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ബ്രൈഡിൻ്റെ ഡ്രസ്സ് ഒന്ന് കാണിക്കണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊരു ഇത് വന്നിട്ടുണ്ടായിരുന്നു കമൻറ്റ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഇപ്പോൾ ഇത് ബ്ലൗസിൻ്റെ വിത്ത് ബ്ലൗസാണ് കേട്ടോ, ഇതിൽ തന്നെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു വർക്കുകളാണ് ഇതൊക്കെ. സ്ലീവിൽ വരുന്ന ഭാഗമാണ് കേട്ടോ ഇത്. 2 സ്ലീവ് ഇതുപോലെയാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ടിലെ വർക്ക് ഇതാണ്. ഫ്രണ്ടിൽക്കും ബാക്കിൽക്കും വർക്ക് വരുന്നുണ്ട് കേട്ടോ ബ്ലൗസിന്. അപ്പോൾ ഫ്രണ്ടിൽക്ക് വരുന്ന വർക്ക് ഞാൻ നേരത്തെ കാണിച്ചല്ലോ, അതായിരുന്നു കേട്ടോ. അപ്പോൾ സാരി ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതുപോലെ ഫസ്റ്റിൽ ഇങ്ങനെ പ്ലെയിൻ നെറ്റാണ് കേട്ടോ. നമ്മൾ സാരി കുത്തി ഉടുക്കണ ഭാഗത്ത് ഫസ്റ്റിൽ വന്നിട്ടുള്ളത് പ്ലെയിൻ നെറ്റാണ് കേട്ടോ. പിന്നെ ഇതാ ആ ഒരു ബോർഡറിൻ്റെ അവിടെ ഫുള്ളായിട്ട് ഇതുപോലെ വർക്ക് വന്നിട്ടുണ്ട്. പിന്നെ പിന്നെ അടിഭാഗത്ത് കണ്ട വർക്ക് വന്നിട്ടുള്ളത്. ഫ്രണ്ടിൽ നിന്ന് നമ്മൾ ചുറ്റി ഉടുക്കണ ഭാഗത്തൊക്കെ അടിയിലാണ് വർക്ക്, മുന്താണിയിലാണ് ഇങ്ങനെ കൂടുതൽ വർക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ സാരി ജസ്റ്റ് അതിന് മടക്കി വെച്ചു കേട്ടോ. അതിൽ നിന്ന് വിത്ത് ബ്ലൗസ് കട്ട് ചെയ്തിട്ട് മടക്കി വെച്ചേക്കാണ്. പിന്നെ അതിലേക്ക് നമ്മൾ സ്കേർട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് അംബ്രല്ല സ്കേർട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്, സാറ്റിൻ്റെ ക്ലോത്ത് എടുത്തിട്ട്. അപ്പോൾ പ്ലെയിൻ നെറ്റാണല്ലോ, നെറ്റ് സാരിയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അടിയിൽ സാധാ നോർമൽ അണ്ടർ സ്കേർട്ട് കൊടുക്കാൻ പറ്റില്ലല്ലോ, കാണുന്നതല്ലേ. അപ്പോൾ അതുകൊണ്ട് സാറ്റിൻ്റെ ക്ലോത്ത് എടുത്തിട്ട് അംബ്രല്ല സ്കേർട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. അങ്ങനെ പിന്നെ അതിൻ്റെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തത് ഇതാട്ടോ, ഇതുപോലെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഫ്രണ്ടിലേക്ക് വർക്ക് വന്നിട്ടുണ്ട്. പിന്നെ അവർ ഇതിൻ്റെ വർക്ക് വരുന്നത് തന്നെ നമുക്ക് ടക്ക് ഇടാനുള്ള ആ ഒരു ഭാഗത്ത് വർക്കില്ലാതെ ഒഴിഞ്ഞിട്ട് അങ്ങനെ ഒഴിവാക്കിയിട്ടൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു സ്ട്രെയിറ്റിലൊരു ടക്ക് മാത്രം ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളൂ. പിന്നെ ബാക്കിൽ ഇതാട്ടോ നെക്ക് കുറച്ചുണ്ട്, പക്ഷെ അത്രയും എടുത്തിട്ടില്ല കേട്ടോ. മുസ്ലിംസിൻ്റെ ആയതുകൊണ്ട് അത്ര നെക്ക് അവർക്ക് വേണ്ട കേട്ടോ. പിന്നെ സൈഡിൽ സിബ് കൊടുത്തേക്കാണ്. പിന്നെ ഇതിൽ 2 ലെയർ ലൈനിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സാറ്റിൻ്റെ ലൈനിങ് കൊടുത്തിട്ടുണ്ട്, ഉള്ളിൽ കോട്ടൻ്റെ ലൈനിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഫ്രണ്ടിൽ ഈ സ്ട്രെയിറ്റ് ഒരു ടക്ക് മാത്രമേ 2 ഭാഗത്ത് കൊടുത്തിട്ടുള്ളൂ, ബാക്കിലൊന്നും ടക്ക് കൊടുത്തിട്ടില്ല. അപ്പോൾ അത്യാവശ്യം തടിയുള്ള ബ്രൈഡാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ടക്കിൻ്റെ ഒക്കെ ആവശ്യം തന്നെ വരുന്നുള്ളൂ. പിന്നെ അത് മാത്രമല്ല, ഫുള്ളായിട്ട് വർക്കല്ലേ, ഹാൻഡ് വർക്ക് ഇങ്ങനെ വർക്ക് വന്നിട്ടുള്ളതിൽ പിന്നെ നമ്മൾ എക്സ്ട്രാ വേറെ കട്ടിങ്ങുകളൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ ടെക്കിനുള്ള സ്പേസ് അവിടെ വർക്കില്ലാതെ തന്നെ കിടക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു സ്പേസിലാണ് നമ്മൾ ടെക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഞാൻ. അപ്പോൾ ആ ഒരു ബ്ലൗസ് ഇത് കിട്ടുന്ന അത്രയും ലെങ്ത്തിലാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. അതിൽ ഓൾറെഡി വർക്കുകളൊക്കെ വന്നിട്ടുള്ളതുകൊണ്ട് തന്നെ ആ ഒരു കിട്ടുന്ന അത്രയും ലെങ്ത്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് കേട്ടോ ഫസ്റ്റ് ഡ്രസ്സ് എന്ന് പറയുന്നത്. ഇത് പിന്നെ രണ്ടാമത്തെയാണ് കേട്ടോ, ലെഹങ്കയാണ്. അപ്പോൾ ഇതിൽ വേസ്റ്റ് റൗണ്ട് പിന്നെ അതുപോലെ സൈഡ് ഒന്നും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ആ വേസ്റ്റ് റൗണ്ട് നല്ല ഓവറായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ കട്ട് ചെയ്തിട്ട് കറക്റ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ വള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ സൈഡിലൊന്നും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, സൈഡൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. സെമി സ്റ്റിച്ച് ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് ഫുള്ളായിട്ട് ഇപ്പോൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ സ്കേർട്ടിൻ്റേത് രണ്ടാമത്തെ ഡ്രസ്സിൻ്റെ സ്കേർട്ട് ഇതാണ്. പിന്നെ അതിൻ്റെ ബ്ലൗസ് ഇങ്ങനെ കേട്ടോ. ബ്ലൗസിലും ഈ പറഞ്ഞ മറ്റേ ഡ്രസ്സിൻ്റെ പോലെ തന്നെ ഫ്രണ്ടിലേക്ക് ടക്കിനുള്ള ആ ഒരു സ്പേസ് എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ, വർക്കില്ലാതെ ആ ഒരു സ്പേസിൽ 2 ടക്ക് കൊടുത്തു. പിന്നെ സൈഡിൽ ഇതുപോലെ സിബ് കൊടുത്തേക്കാം. നമുക്ക് ബാക്കിലൊന്നും സിബ് കൊടുക്കാൻ പറ്റില്ലല്ലോ, അവിടെയൊക്കെ വർക്ക് വരുന്നുണ്ട്, അവിടെ ഒന്നും കട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സൈഡിലാണ് സിബ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ലെങ്ത്ത് ഇത്തിരി കൂടുതൽ വർക്കിനേക്കാളും അവിടെ നിന്ന് അടിയിൽ കുറച്ചും കൂടെ കൂടുതൽ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ വേണമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ലെങ്ത്ത് ഇത്തിരി കൂടുതൽ എടുത്തത്. പിന്നെ ഫ്രണ്ടിൽ സ്ട്രെയിറ്റ് ടക്ക് മാത്രമേ കൊടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഇതിൻ്റെ ആ ഒരു വർക്കിനനുസരിച്ചുള്ള ലെങ്ത്തിലൊന്നും നെക്ക് സ്റ്റിച്ച് ചെയ്തിട്ടില്ല കേട്ടോ, കട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അത് ഓവറായി പോകും കേട്ടോ, അത്രയും വലിയ വർക്കിലൊന്നുള്ള നെക്ക് വേണ്ട പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിനനുസരിച്ച് ചെയ്തിട്ടുള്ളൂ കേട്ടോ, അവർക്ക് വേണ്ട ഒരു ലെങ്ത്തിനനുസരിച്ച് ചെയ്തിട്ടുള്ളൂ. പിന്നെ അതിൻ്റെ ഷോൾ ഇതാണ് കേട്ടോ. ഷോളിൽ പിന്നെ ഒന്നും ചെയ്യാനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതാണ് രണ്ടാമത്തെ ഡ്രസ്സ് കേട്ടോ.
പിന്നെ മൂന്നാമത് ചെയ്തതെന്ന് പറയുന്നത് നോർമൽ ചുരിദാറാണ് കേട്ടോ. അത് സ്റ്റിച്ച് ചെയ്യാൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇതൊക്കെ റെഡിമെയ്ഡ് വർക്കാണ് കേട്ടോ. അപ്പോൾ അത് സ്ലിറ്റുള്ള നോർമൽ ചുരിദാറാണ്. അപ്പോൾ അതിന് നമ്മൾ ലൈനിങ് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തു. പിന്നെ അതിൻ്റെ പാൻറ് ഇതാ ആങ്കിൾ പാൻറ്റാണ് കേട്ടോ. അധികം ടൈറ്റില്ലാത്ത ആങ്കിൾ പാൻറ്റാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പോൾ ഒരു ബ്രൈഡിന് നമുക്ക് എത്ര ഡ്രസ്സുകൾ, ഒരു ബ്രൈഡിൻ്റെ ഡ്രസ്സുകൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് കിട്ടുമെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര ഐറ്റംസ് കിട്ടും എന്നുള്ളത് ഈ ഒരു വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഫസ്റ്റ് സെക്കൻഡും ഞാൻ കാണിച്ചു തന്നല്ലോ. പിന്നെ മൂന്നാമത്തെ ഡ്രസ്സാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് നോർമൽ ചുരിദാറാണ്. പിന്നെ ആ സ്ലീറ്റിൻ്റെ അവിടെയൊക്കെ പൈപ്പിങ് ഞാൻ എക്സ്ട്രാ ഫിറ്റ് ചെയ്ത് കൊടുത്തതാണ് കേട്ടോ. കട്ട് ചെയ്ത പീസിൽ നിന്ന് അഴിച്ചെടുത്തിട്ട് ഞാൻ സ്ലിറ്റിൻ്റെ അവിടെയൊക്കെ പൈപ്പിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സ്ലീവിനും അതൊന്നും അതിൽ വന്നിട്ടുള്ളതല്ല, ഞാനത് കട്ട് ചെയ്ത ഭാഗത്തു നിന്ന് എടുത്തിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്തതാണ് കേട്ടോ ആ പൈപ്പിങ്ങൊക്കെ. പിന്നെ അതിൻ്റെ ഷോൾ ഞാനിതിൽ വെച്ചിട്ടില്ല കേട്ടോ. ഷോൾ പിന്നെ വേറെ കവറിലായിരുന്നു, ഞാൻ ഇതിൽ വെക്കാൻ മറന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഷോള് സ്കാലപ്പ് വർക്ക് വരുന്നൊരു നോർമൽ ഇതേ സെയിം വർക്ക് വന്നിട്ടുള്ള ഷോളാണ് കേട്ടോ. പിന്നെ ഇതാ സെറ്റ് സാരിയുടെ ബ്ലൗസ്, ഇത് നോർമൽ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തേക്കാണ്ട്, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഫ്രണ്ടിൽ ഓപ്പൺ ആയിട്ടുള്ള നോർമൽ ബ്ലൗസാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ബ്ലൗസിൻ്റെ വല്ല വീഡിയോസൊക്കെ സ്റ്റിച്ച് ചെയ്യണം വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കമൻറ്റ് ചെയ്തോട്ടോ, ഞാൻ ഇടാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് മുന്നേ ചെയ്തിട്ടുണ്ട് ബാക്ക് ഓപ്പൺ ബ്ലൗസൊക്കെ. ഞാൻ കുറച്ച് മുന്നേ നമ്മുടെ ചാനൽ തുടങ്ങിയ സമയത്തൊക്കെ ഞാൻ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇനിയിപ്പോൾ നോർമൽ ബ്ലൗസ് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യണം വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രീ ടൈം നോക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഞാൻ മാക്സിമം ഞാൻ നോക്കട്ടെ ഇടാനായിട്ട്. അപ്പോൾ ഫസ്റ്റ് ഡ്രസ്സ് ഇതുപോലെ ഇങ്ങനെ കവറിലാണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നു സാരി. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ അതിൽ പാവാടയും ബ്ലൗസും പിന്നെ സാരിയും കൂടിയിട്ട് ഞാൻ അതിൽ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ നോമ്പൊക്കെ സ്റ്റാർട്ട് ചെയ്ത കാരണം കൊണ്ട് വോയിസ് കൊടുക്കുമ്പോഴൊക്കെ സൗണ്ടിനൊക്കെ ഇത്തിരി എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും തോന്നുന്നു കേട്ടോ. അപ്പോൾ അത് എന്തെങ്കിലുമൊക്കെ ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ അത് ആ ഒരു ബ്രൈഡിൻ്റെ ഡ്രസ്സുകൾ ഇത്രയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ലെഹങ്ക ഈ ഒരു ബാഗിലാണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ തന്നെ അതും വെച്ച് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടിയിട്ട് അതിൽ വെച്ച് കൊടുത്ത് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു ബ്രൈഡിൻ്റെ ഡ്രസ്സ് ഇത്ര ഐറ്റംസാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിന് ശേഷമുള്ള വീഡിയോസൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഇട്ട് കഴിഞ്ഞു. ഇതിപ്പോൾ ലാസ്റ്റാണ് ഇടാൻ പറ്റിയത്. അപ്പോൾ ഇത്രയാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്കൊക്കെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. ചെയ്തതൊന്നും ജസ്റ്റ് ഈ ഒരു വർക്ക് ഇത്രയാണ് ചെയ്തതെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിക്കുക, അത്ര മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്